ഓക്കെ സാർ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ക്ലിയർ ആണ്, ഒരു ഏകദേശമൊക്കെ ക്ലിയർ ആണ്. എന്നെ സാർ നല്ലോണം കാണോ? ഞാൻ പോയിട്ട് ഫുൾ സ്ക്രീനാണ്, നല്ലോണം കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് അവര് ചോദിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതെനിക്ക് ആദ്യം അറിയേണ്ടുന്നത്, നമ്മൾ വീണ്ടും പറയാൻ പോകുന്നതൊരു വാചകമുണ്ട്. ഇന്നലെ പറഞ്ഞതിന്റെ പോലെ അല്ല ഇന്ന് പറയാൻ പോകുന്നത്. ഈ നമ്മളുടെ ആൾക്കാർക്ക് ഇപ്പൊ എന്റെ അടുത്ത് 2-3 ചോദ്യം ചോദിച്ചത്, മോഹനം വൈദ്യരുണ്ടല്ലോ ബാക്കിയെല്ലാം ശരിയാക്കാൻ, ഏത് രോഗത്തിനും മാറാൻ പറ്റത്തില്ലെങ്കിൽ, അങ്ങനൊരു ധാരണ ഇവര് പറഞ്ഞങ്ങ് പരത്തുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളി ആഹാരം മാത്രമാണ് മരുന്നെന്നാണ് നമ്മൾ പറയണേ. മരുന്നുകൾക്ക് പ്രാധാന്യമില്ലെന്ന് വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്. ഇവര് ആൾക്കാരെ കൺഫ്യൂഷൻ ചെയ്യണം. ഏത് രോഗം വന്നാലും എനിക്ക് ഒറ്റ പരിപാടിയുള്ളൂ, ശരീരം ശുദ്ധി ചെയ്യുക, അല്ലേ? അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഇത് ഞാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ സാറിനോട് ചോദിക്കണം, സാറിന്റെ അറിവില് കീമോ ചെയ്ത് റേഡിയേഷൻ, കീമോ അതാണ് ഇമ്പോർട്ടന്റ്, കീമോയും ചെയ്ത് റേഡിയേഷൻ ചെയ്തതിന് ശേഷം WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവര് പോലും സമ്മതിക്കുന്നുണ്ട് 2.7% 5 കൊല്ലത്തിന് മേളിൽ ജീവിച്ചിരിക്കുന്നോളെന്ന് ഒരു ഔദ്യോഗിക പഠനം 3-4 സ്ഥലങ്ങളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ അത് പരിശോധിച്ചതാണ്. ഇത് സാറിന് ഇതും അറിയാലോ. പിന്നെ ഇപ്പോഴ് അവരെന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്, ഇത് തെറ്റാണ്, ഞങ്ങൾ 5 കൊല്ലം പഠിച്ചതെല്ലാം മണ്ടത്തരമായി പോയി, ഒരു ഗൗരവമില്ലാത്ത ആൾക്കാർ പറയുന്നതാണ് ശരി, ഇത് ഇവിടെ കളിയാക്കി വിടുന്ന ഒരു സമ്പ്രദായത്തിന് ഉത്തരം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. കാരണം അതിന് സാറിന് ഈ കീമോയെ പറ്റിയും റേഡിയേഷനെ പറ്റിയും ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് സാറൊന്ന് പറയാം. രണ്ടാമത് സാർ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. ഈ സാറൊരു ഓങ്കോളജിസ്റ്റ് അല്ല. സാർ നേരത്തെ ഇന്നലെ പറഞ്ഞൊരു വാചകമുണ്ട് അല്ലേ? പഴയ ക്ലിപ്പിനകത്ത് സാറ് വ്യക്തമായി കുറച്ച് ഈ ഫുഡിന്റെ അഡൾട്രേഷനെ പറ്റിയിട്ടും നമ്മുടെ എനിക്ക് അയച്ചു തന്ന ആ ഒരു ആദ്യത്തെ ക്ലിപ്പുണ്ടല്ലോ, 5.6 മിനിറ്റുള്ള 5.29 സെക്കൻഡാന്ന് തോന്നുന്നു. അതിനകത്ത് സാർ വ്യക്തമായി കുറച്ച് കമ്പനികളുടെ പേരെടുക്കാത്ത കുറെ കമ്പനികളുടെ കുറെ ലിസ്റ്റുകൾ സാർ നിരത്തി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്നതാണോ ലോകത്തെന്ന് പോലും ആൾക്കാർ ചിന്തിച്ച് അങ്ങനെ ഭയാനകരമായ രീതിയിലാണ് മെസ്സേജുകൾ കാണുന്നത്. അപ്പോൾ ഇത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ ഇത്രയും ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ 1.5 ലക്ഷത്തിന് മേൽ ആൾക്കാര് ഞാൻ നോക്കിയതിനകത്ത് കണ്ടു കഴിയും ഒരു ദിവസം കൊണ്ട്. അപ്പോൾ ഇത് ആൾക്കാർ സാറിന്റെ ഈ വാക്കിനെ വളരെയധികം ബഹുമാനത്തോടുകൂടി നല്ല രീതിയിൽ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം. കാരണം ആൾക്കാർ വിരണ്ടുപോയി. ഈ വിരൾച്ച പബ്ലിക്കിനെ ഈ വിരട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ ചെന്ന ഉടനെ റൂമിലോട്ട് കയറിയാൽ ഉടനെ ക്യാൻസറാന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ മരിച്ചു കഴിഞ്ഞു പകുതി. ആ ഒരു പേടിയിൽ നിന്നും ആ ഒരു ഭയത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില വലിയ വലിയ വാചകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാർ അതിനെപ്പറ്റി ഒന്ന് കൃത്യമായി ഒന്ന് പറയാം, ഈ ഇത്രയും വിഷയത്തെ പറ്റിയിട്ട്. റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ശരിയാണോന്ന് നോക്കിയിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്താൽ മതി. അതല്ല നല്ലത്. അല്ല, അത് കുഴപ്പമില്ല. അത് വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്കിത് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ആണോ? അല്ല, ഇപ്പോ ചോദ്യം എന്താണോ ഒരിക്കൽ കൂടെ പറയണം. ചോദ്യം ഇതാണ്, നമ്മളിപ്പോ ആൾക്കാർക്ക് ഭയാനകരമായ ഒരു അന്തരീക്ഷത്തിലാണ്. എല്ലാവർക്കും ഒരു ചെറിയ കുരു വന്നാൽ പോലും അത് ബയോപ്സി ചെയ്യുന്ന ഒരു അവസ്ഥയിൽ. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നു. ആ പെൺകുട്ടിയുടെ വായിക്കകത്ത് പല്ല് കൊണ്ട് കടിച്ചൊരു മുറിവായിരുന്നു. അവസാനം അത് കീമോ, അവസാനം അത് ബയോപ്സി എല്ലാം അയച്ച് അവസാനം ഈ കുട്ടിയോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ആ കുട്ടി ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ, തിരുവനന്തപുരത്തുകാരിയാണ്, കുഴപ്പമില്ലാതെ ഇപ്പൊ വരുന്നു. അപ്പൊ ഈ കുട്ടിയുടെ കാലിൽ ഒരു പരു വന്നപ്പോൾ അവിടെ എങ്ങും ഒരു ഡോക്ടറെ പോലും കാണിക്കാതെ ആ കുട്ടി നേരെ ഇവിടെ വരുന്നു ആ പരു പൊട്ടിക്കാൻ. ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് ആയിപ്പോയി. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് സാർ നമ്മുടെ നാട്ടിലുള്ള ഈ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് സാർ അതിനെ പറ്റിയിട്ട് ഈ ഭയപ്പെടാതിരിക്കുക. ഈ ഒന്നും കൂടെ സാറ് നല്ലതുപോലെയൊക്കെ ഈ രോഗികളുടെ ഭയപ്പാടാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് പാടുപെടുന്നത് മൊത്തവും. ഓക്കെ, വീണ്ടും മനസ്സിലായി? അല്ല, അപ്പൊ ഇപ്പൊ ഞാൻ ഉത്തരം പറയാനുള്ളത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മള് ഇതെല്ലാം ഭയപ്പെടണമെന്ന് ഇല്ല. പക്ഷെ ഇത് ഭയപ്പെടാനുള്ള അന്തരീക്ഷത്തിന് കാരണം ഇല്ല. ഇപ്പൊ നമ്മള് 2 ഭാഗം, ഇപ്പൊ നമ്മള് ഈ ഡോക്ടർമാരെ
അടിച്ചാക്കി പറയുമ്പോൾ അവരെല്ലാം നമ്മളെ എതിർക്കും. അപ്പൊ ജനങ്ങളോട് പറയും ഇവര് പറഞ്ഞത് ശരിയല്ല. പക്ഷെ നമ്മൾ രണ്ടുപേരുടെ പോയിന്റും എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഇനി ഞാനെങ്ങനെ സംസാരിക്കുന്നു, അപ്പൊ രണ്ടുപേർക്ക് തർക്കം ഉണ്ടാകുന്നു. അപ്പൊ ആ രണ്ടുപേരുടെ തർക്കത്തിന് രണ്ടുപേരുടെ കാഴ്ചപ്പാടും കൂടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ അത് മനസ്സിലാകും. അപ്പൊ എന്താ വെച്ചാൽ ഇന്ന് ഡോക്ടർമാര് എന്തോ ഒരു കുരു വന്നാലും അതിന് ഉടനെ അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് എന്ന് ഉടനെ അവർ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ക്യാൻസർ കൂടി വരുന്നു. എന്തുകൊണ്ട് കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിന് നമ്മള് വിഷാംശങ്ങൾ ഒരുപാട് എല്ലാ തരത്തിലും നമ്മൾ കയറ്റണം. കാലത്ത് എണീറ്റ് കഴിഞ്ഞ് നമ്മളെ വെബ്സൈറ്റില് ശക്തി ഫൗണ്ടേഷൻ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്, കാലത്ത് എണീറ്റ് ഫസ്റ്റ് എടുക്കുന്നത് വിഷം തന്നെയാണ് നമ്മൾ പല്ല് തേക്കുന്നത്. ആ വിഷാംശം ഇപ്പൊ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. റെക്കോർഡ് ചെയ്യുന്നില്ലല്ലേ? അല്ല, റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടുന്നത് കട്ട് ചെയ്ത് കളയാം. ശരി. അപ്പൊ നമ്മൾ കാലത്ത് എണീക്കുമ്പോ തന്നെ ഉടനെ നമ്മളത് എടുക്കുന്നത് വിഷമാണ്. വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പല ഡോക്ടർമാർക്കും അറിയാത്തൊരു വസ്തുത എന്താണെന്ന് പറഞ്ഞു. പിന്നെ റിസർച്ച് സയന്റിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് ക്ലിയർ ആക്കി തരണം. എന്താന്ന് പറഞ്ഞാൽ ടോക്സിസിറ്റി ഡോസേജ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഡോസേജ് എന്നുള്ളത് ഉണ്ട്. ശരിയാണത്. എന്ത് ഒരു ഗവൺമെന്റ് ഒരു ഇത് അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു സേഫ്റ്റി ഡോസ് ഉണ്ട്. സേഫ്റ്റി ഡോസ് എന്ന് പറഞ്ഞാൽ ഓരോ കെമിക്കൽ ഇത്രയും ശരീരത്തിന് പ്രശ്നമില്ലാണ്ടാവും. ഈ ഡോസിനേല് കൂടുതൽ നമ്മൾ ആ ശരീരത്തിലേക്ക് കൊണ്ടുപോകും അത് ടോക്സിക് ആണ് എന്നുള്ള വസ്തുത ശരിയാണ്. പക്ഷെ ഇവര് ഒരു ആംഗിൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ഒരു എലിയിൽ ഇപ്പൊ ഒരു കെമിക്കൽ ഇപ്പൊ പാരഫിൻ ഓയിൽ അല്ലെങ്കിൽ മിനറൽ ഓയിൽ ഇതിന് എങ്ങനെയാണ് നമ്മൾ സേഫ്റ്റി ഡോസ് നിർണ്ണയിക്കുന്നത്? അപ്പൊ എലികൾക്ക് അതിന്റെ ഡോസേജ് ചെറിയ ഡോസേജ് ഇപ്പൊ 1 മില്ലിഗ്രാം അല്ലെങ്കിൽ 1 ppm 2 ppm 5 ppm 10 ppm 100 ppm 1000 ppm ഇങ്ങനെ പല ഡോസുകൾ കൊടുത്തിട്ട് അവര് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ 1000 ppm കൊടുത്തത് ഉടനെ 1 മണിക്കൂറിനകത്ത് മരിച്ചു പോയിട്ടുണ്ടാവും, അതിൽ ചത്തുപോയേക്കാം. അപ്പൊ അത് ലീറ്റൽ ഡോസാണ്. പിന്നെ അവർ നോക്കും ഏത് ഡോസാണ് പ്രശ്നം കാണുന്നില്ല, അതിന് സേഫ്റ്റി ഡോസ് എന്ന് പറഞ്ഞ് അത് മനുഷ്യരിലേക്കും അത് പ്രായോഗികമാക്കും. ഇങ്ങനെയാണ് ഡോസ്. പക്ഷെ ഇതിൽ ഒന്ന് മനസ്സിലാകാത്ത വെച്ചാൽ ആ എലിക്ക് ആ ടൈമിൽ ആ ശരീരത്തിൽ ഒരു ടോക്സിക് ഡോസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ പല ടോക്സിക് അവ അതിൽ സേഫ്റ്റി ഡോസ് എന്ന് പറയുന്നത് പല സേഫ്റ്റി ഡോസ് കൂടി വരുമ്പോൾ നമുക്കത് ശരിയാവില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ ആ പഴഞ്ചൊല്ലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ അപ്പൊ പേസ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ സേഫ്റ്റി ഡോസ് ആണ് ഒരു എലികൾക്ക് ടെസ്റ്റ് ചെയ്ത് അത് മനുഷ്യരിലേക്ക് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നു, സോപ്പ് ഉപയോഗിക്കുന്നു, കീടനാശിനികളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അങ്ങനെ നെയിൽ പോളിഷ്, പിന്നെ ഇങ്ങനെ പലതും പ്ലാസ്റ്റിക്കുകൾ എല്ലാം വരുമ്പോൾ എല്ലാത്തിന്റെയും തനി ഡോസ് സേഫ്റ്റിയാണ്. പക്ഷെ ആരും നോക്കാത്തത് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പല സേഫ്റ്റി ഡോസുകളും ചേർന്ന് ശരിക്കൊരു ടോക്സിക് കൈമാറും. അതിന് ഉദാഹരണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 സ്ത്രീകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷെ എന്റെ ഭാര്യയും വേറൊരു സ്ത്രീ അവർ ചോദിച്ചു ഇന്ന കറി വെക്കാൻ എത്ര എരിവ് പാകത്തിന് മതി. അമേരിക്കൻസ് അല്ല, അവർക്ക് ആ പാകത്തിനുള്ള എരിവേ പാടുള്ളൂ. അപ്പൊ എത്ര എന്റെ ഭാര്യ പറഞ്ഞു 1 പച്ചമുളക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പച്ചമുളക് കറക്റ്റ് ആയിട്ട് എരിവ് സേഫ്റ്റി ഡോസ് പോലെ അവർക്ക് താങ്ങാവുന്ന ഡോസുള്ള 1 പച്ചമുളക് മാത്രമേ ഇട്ടുള്ളൂ. പക്ഷെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഇന്ത്യക്കാർക്ക് പോലെ വായ വെച്ച് പൊള്ളുന്ന എരിവായി. അപ്പൊ എന്താ ആലോചിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ പച്ചമുളകിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ആ സ്ത്രീ പച്ചമുളകിന്റെ കൂടെ കുരുമുളക് ഇട്ടു, പിന്നെ അതിന്റെ കൂടെ മറ്റേ വെളുത്തുള്ളിട്ട്, അങ്ങനെ പല ഐറ്റങ്ങളെല്ലാം അളവിലേ ഇട്ടുള്ളൂ. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ ഒട്ടുമൊത്തമായിട്ട് നോക്കുമ്പോൾ എരിവിന്റെ അംശം കൂടിപ്പോയി. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ സാറ് ഇപ്പൊ ഇനി നമുക്ക് കഴിയാൻ തുടങ്ങാലോ. നമ്മുടെ ഒരു ലാബിൽ ഒരാൾ ടെസ്റ്റ് ചെയ്യാൻ കയറുമ്പോ അയാളുടെ ശരീരത്തിന്റെ ആ സമയത്തെ ഭാവന, അയാളുടെ മാനസിക അവസ്ഥയും ഈ എല്ലാ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ? തീർച്ചയായിട്ടും മനസ്സ് വളരെ വളരെ പ്രധാനമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു മുഴുമിച്ചില്ല. ഇവിടെ ഒരു അമേരിക്കൻ സ്ത്രീക്ക് ക്യാൻസർ വന്നപ്പോൾ അവര് ബ്രസ്റ്റിലൊരു മുഴ കണ്ടപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് ആകെ സ്പ്രെഡായി കഴിഞ്ഞു, അപ്പൊ ഇനി നിങ്ങൾക്ക് അധികകാലം ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അവര്
സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും സന്തോഷമായി ജീവിച്ചിട്ടില്ല, എപ്പോഴും ചിരിച്ചിട്ടില്ല, എപ്പോഴും സ്ട്രെസ്സല്ല. അപ്പൊ ഭർത്താവിനോട് പറഞ്ഞു, ഒരു മാസം ഞാൻ ഒരു ഹോട്ടലിന്റെ മുറി എടുത്തിട്ട് ഞാൻ ചാർലി ചാപ്ലിൻ പോലുള്ള പടങ്ങളെല്ലാം എടുത്ത് ഒരു മാസം മുഴുവനും ഞാൻ ചിരിച്ച് സന്തോഷമായി സ്ട്രെസ് ഇല്ലാണ്ടിരിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സ്ത്രീ ശരിക്കും ഹോട്ടലിൽ റൂം എടുത്ത് മുഴുവനും ഹാസ്യ ചിത്രങ്ങൾ മാത്രം കണ്ട് ചിരിച്ച് കംപ്ലീറ്റ് റിലാക്സ് ആയി. ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ടാമത് അതേ ഡോക്ടറിന്റെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ശരീരത്തിൽ അവരുടെ ക്യാൻസർ ഇല്ലാണ്ടായി കണ്ടു. അവര് ഇന്ന് പല ബുക്കുകളും എഴുതിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അവർ ടോക്കുകൾ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ശരീരത്തിൽ നമ്മളെ മനസ്സാണ് പ്രധാന കാരണം. അപ്പോ നമ്മളുടെ മനസ്സ് റിലാക്സ്ഡ് ആയിട്ട് സന്തോഷമായി വെക്കുകയാണെങ്കിൽ, സ്ട്രെസ് ഇല്ലാണ്ട് വെക്കുകയാണെങ്കിൽ വന്ന അസുഖം പോലും മാറ്റാൻ പറ്റുന്ന പറയുന്നത്. അതിന്റെ കൂടെ ഞാൻ ഇതുകൂടെ ചേർത്തോട്ടെ, മനസ്സ് സന്തോഷമാകുകയും കോശങ്ങൾക്ക് വേണ്ടുന്ന രണ്ടാമത്തെ പ്രൊഡക്റ്റിന് വേണ്ടുന്ന നിന്റെ അന്നം അതൊരു പ്രസാദമായിട്ട് നീ ആ കോശങ്ങൾക്ക് കൊടുത്താൽ ഈ മനസ്സും ആഹാരവും ഉണ്ടെങ്കിൽ മാറാത്ത ഏതെങ്കിലും രോഗമുള്ളതായിട്ട് സാറിന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും എന്റെ അനുഭവങ്ങൾ 25 കൊല്ലമായിട്ട് പല ആൾക്കാർക്കും പഞ്ചഭൂത ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഈ 5 വിരലിലുള്ള പോലെ വായു, അഗ്നി, ജലം, പൃഥ്വി എന്ന് പറഞ്ഞ് അതിന്റെ അത് നമ്മളുടെ ആചാര്യന്മാര് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ പല ഘടനകൾ നമുക്കുണ്ട്. ശരീരം മാത്രമല്ല, മനസ്സ്, അറിവ്, നമ്മളുടെ അവബോധം, പിന്നെ സ്വയബോധം എന്ന് പറയുന്നത് ആ 5 ഘടകങ്ങളും ചേർന്നതാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെറും ശരീരത്തിനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇന്ന് മോഡേൺ സയൻസ് ആദ്യം ശരീരത്തെ മാത്രം അംഗീകരിച്ചിട്ട് മനസ്സിനെ അംഗീകരിച്ചിട്ടതിന്റെ ഇപ്പൊ ഒരുപാട് റിസർച്ച് വരുന്നത് എന്താ തെളിയിക്കുന്ന വെച്ചാൽ മനസ്സിനെയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇനിയൊരു എഫക്ട് ഉണ്ട്, സാധാരണ ജനങ്ങൾക്കല്ല, പ്ലാസിബോ എഫക്ട് എന്നൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ വളരെ നല്ലൊരു പഠനമുണ്ടായി. 100 ഗർഭകാലത്തിൽ സ്ത്രീകൾക്ക് ഛർദി ഉണ്ടാവും. അപ്പോ അതിന് മോർണിംഗ് സിക്നസ് എന്ന് പറയും. അപ്പൊ ഛർദി വരുന്നതിന് 100 ഛർദി വരുന്ന സ്ത്രീകൾ, ഗർഭസ്ത്രീകളെ എടുത്തിട്ട് ഇവര് അതിനെ 50-50 ആയിട്ട് 2 ഗ്രൂപ്പായിട്ട് പിരിച്ചു. 2 പേരോടും ഒരേ രൂപത്തിലുള്ള ആകൃതിയും ഇതുള്ള മരുന്നില് ക്യാപ്സൂൾ കൊടുത്തു ഈ 100 പേർക്കും. പക്ഷെ 50 പേർക്ക് ശർക്കര നിറച്ചതായിരുന്നു, ബാക്കി 50 പേർക്ക് ഛർദി നിർത്താനുള്ള ആന്റി എമിറ്റിക് മരുന്നാണ് കൊടുത്തിരുന്നത്. ഈ മരുന്ന് കഴിച്ചിട്ട് നോക്കിയപ്പോൾ ഈ വെറും ശർക്കര മാത്രം നിറച്ചിരുന്ന, പഞ്ചസാര മാത്രം നിറച്ചിരുന്ന ആ ഗുളിക കഴിച്ച പോലെ സ്ത്രീകൾക്കും ഛർദി നിന്നു. അപ്പൊ അവരുടെ മാനസിക അവസ്ഥയുടെ പ്രാധാന്യം അത് ഇത് വലിയ സംഭവമല്ല. ഞാൻ പറയും ഇത് വലിയ സംഭവമല്ല. ഇത് അടുത്ത റിസർച്ചാണ് ഏറ്റവും രസകരം. എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ അപ്പോഴത്തേക്ക് മനസ്സിന് ഒരു ശർക്കര കൊടുത്തിട്ട് ഇത് മരുന്നാണെന്ന് ധരിപ്പിച്ചു കഴിഞ്ഞാൽ, മനസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അതേ മരുന്നിന്റെ എഫക്ട് ഉണ്ടാകും എന്നുള്ളത് തെളിയിച്ചു. പക്ഷെ ഇത് വലിയ സംഭവമല്ല. അടുത്ത റിസൾട്ടാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം. അടുത്തത് ഇവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഛർദിക്കുന്ന ഇനിയൊരു 100 സ്ത്രീകൾ എടുത്തു. എന്നിട്ട് അതില് ആ 100 പേർക്ക് എന്ത് ഗുളിക കൊടുത്തിട്ട്, ഇപ്പൊ നമ്മൾ സാധാരണ ദഹന കേടുണ്ടെങ്കിൽ ഒന്ന് ഛർദിപ്പിക്കാൻ വേണ്ടി ഛർദി വരുത്തിപ്പിക്കുന്ന ഗുളികയുണ്ട്, എമിറ്റിക് എന്ന് പറയും. അപ്പൊ എമിറ്റിക് ഗുളിക കൊടുത്തു. എന്നിട്ട് ഇവരോടൊക്കെ പറഞ്ഞ് ഇത് ഛർദി നിർത്താനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും അത് ഛർദി ഉണ്ടാക്കുന്ന സാധനമാണത്. പക്ഷെ ഇവർക്ക് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഇത് ഛർദി നിർത്തണ ഏറ്റവും ലേറ്റസ്റ്റ് മരുന്നാണെന്ന് പറഞ്ഞു. അത്ഭുതം എന്താണെന്ന് പറഞ്ഞാ ഇവർക്ക് ഏതാണ്ട് 70% ആൾക്കാർക്ക് ഛർദി നിന്നു. ഇതൊരു ഭയങ്കരമായ ഒരു പഠനമായിരുന്നു. അപ്പോ മനുഷ്യന്റെ മനസ്സ് അപ്പോ ഒരു വിഷം പോലെ, ഇതിന്റെ വിഷം പോലും നമ്മൾ അമൃതമായി മാറ്റാനുള്ള കഴിവ് മനസ്സിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ ആയുർവേദമല്ല, പൂർവ്വ ഇതിലുള്ള ആയുർവേദം ആദ്യം തന്നെ ചികിത്സിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെയാണ്. മരുന്ന് എന്നുള്ളത് ചെറിയൊരു ഘടകമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, മറിച്ചായി പോയി. അല്ല, അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിനെ പിടിച്ചെടുക്കുന്നുണ്ടായിരിക്കാം ഈ ആൾക്കാരൊക്കെയുള്ള എല്ലാം പ്രശ്നങ്ങൾക്ക് ഉത്തരവാണെന്നാണ് എന്റെ വിശ്വാസം.
തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് ശരിയാണ്. ഇന്ന് എന്റെ ഫ്രണ്ട്സ് പലരും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് അവർക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മരുന്നുകളെല്ലാം അവര് രണ്ട് ഗ്രൂപ്പുകൾക്ക് കൊടുക്കണം. ഒന്ന് മനസ്സുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം, മനസ്സ് ഇതിന് വലിയൊരു അംശമാണോ അറിയാൻ വേണ്ടി എല്ലാ മരുന്നുകളും ഇങ്ങനെ ശർക്കര നിറച്ചിട്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ് ഇന്നത്തെ ടെസ്റ്റിങ്ങിലുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ശർക്കര കഴിച്ച ഗ്രൂപ്പുകൾക്ക് ആർക്കും തന്നെ മാറുന്നു, അവർക്കും വലിയ ഒരു പെർസെന്റേജ് മാറുന്നുണ്ട്. പിന്നെ ശരിയായ മരുന്ന് കൊടുത്തവർക്കും മാറുന്നുണ്ട്. പക്ഷെ അതിന്റെ ചെറിയൊരു വ്യത്യാസത്തില് ഇപ്പൊ 100 പേരിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ 40 പേർക്കും ശർക്കരയോ അല്ല ശർക്കര ഒക്കെ നിറച്ച ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ 100-ൽ 40 പേർക്ക് മാറുന്നുണ്ടെങ്കിൽ മറ്റേ മരുന്ന് കൊടുക്കുന്ന ഗ്രൂപ്പുകൾക്ക് മേരി 50, 55, 60% മാറുന്നുള്ളൂ. ആ ഒരു ചെറിയ വ്യത്യാസത്തില് പിന്നെ അതിനെ അംഗീകരിക്കും. അപ്പൊ ഞാൻ ചെയ്യുന്നതാണ്, ഇപ്പൊ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. എല്ലാ രോഗികൾക്കും എന്തു വന്നാലും ഒറ്റ സാധനം കൊടുക്കുക, അത് എല്ലാവർക്കും അറിയാം ഇവിടെ വരുമ്പോ. അപ്പൊ രണ്ടാമത് മനസ്സിനെയാണ് ഏറ്റവും വലിയ രോഗം. അത് ഞാൻ അവരെ മനസ്സ് കോശത്തെ പഠിപ്പിച്ചു കൊടുക്കും. ഒരു താങ്കൾ ശരിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ അമ്പലങ്ങളുടെ എല്ലാ ദൈവങ്ങളും ഈ മുദ്ര കാണിക്കുന്നത്. അഭയം എന്ന് പറയും, ഈ അഭയഹസ്തം എന്ന് പറയും. അഭയം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നീ പേടി മാറ്റാം. അതാണ് എല്ലാ അമ്പലങ്ങളിലും ഈ നമ്മളുടെ ആചാര്യന്മാര് നമ്മളെ എല്ലാവർക്കും ഒരു സൈക്കോളജി, ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞാൽ നമ്മളുടെ ശരീരം നന്നാവും. അപ്പൊ ഒന്ന് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളും കാണിക്കുന്നത് ഭയം വേണ്ട. ഈ ഭയം മാറ്റിയാൽ തന്നെ നിന്റെ പകുതി അസുഖങ്ങൾ മാറിക്കിട്ടും. അത് പള്ളിയിൽ പിന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുമ്പോൾ പറയും, നിന്നോടാർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവന്റെ കൈ കോർത്തിട്ട് വരാൻ പറയുന്നൊരു ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ നിനക്കെന്നല്ല, നിന്നോടാർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവന്റെ കൈ കോർത്തിട്ട് വരാൻ പറഞ്ഞതായ ക്ലിയറായ ഒരു ഭാഷയുണ്ട്. അതുകൊണ്ടാണ് അതേപോലെ നമ്മളുടെ അമ്പലങ്ങൾ ശത്രു പുഷ്പാഞ്ജലി കഴിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ശത്രുത ഒരാളോടുണ്ടെങ്കിൽ ആ ശത്രു പുഷ്പാഞ്ജലി ചോദിക്കുമ്പോൾ അവരാരും അയാളുടെ നക്ഷത്രം ചോദിക്കില്ല, ശത്രുവിന്റെ നക്ഷത്രമല്ല ചോദിക്കുന്നത്, ഈ ശത്രു പുഷ്പാഞ്ജലി ആർക്കാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ശത്രുത മാറിക്കിട്ടാനാണ് ശത്രു പുഷ്പാഞ്ജലി. ആരും തലക്കകത്തത് കയറൂല. അത് എനിക്ക് അറിയേണ്ടുന്ന വേറെ ചില കാര്യങ്ങളാണ്. കാരണം നമ്മള് ഈ ഇപ്പോഴും നടക്കുന്നതായ ചികിത്സാ സമ്പ്രദായങ്ങള് നമ്മൾ പൊതുജനങ്ങളുടെ മുമ്പിൽ ഒന്ന് പൊളിച്ചിട്ട് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ പാവങ്ങള് ഇരിക്കാടം വിറ്റ് വരെ തീർന്നു പോകും. എനിക്ക് അതിനു വേണ്ടി സാറ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവരുടെ ഉള്ളിലെ ഭയം എടുത്തു മാറ്റണം. ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ സാറൊന്ന് പറയണം. ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തെ പറ്റി ഇന്ന് വരെ ആരും വ്യക്തമായ ഒരു ധാരണയില്ലാത്തതാണ്. 2, ആ വ്യക്തമായ ധാരണ ഇല്ല എന്നും ആർക്കും ഇന്നിപ്പോ നിങ്ങളൊക്കെ എന്തെല്ലാം സയൻസുകളൊക്കെ പഠിക്കുന്നു, എന്തെല്ലാം ഗവേഷണം നടത്തുന്നു, എന്തൊക്കെ നടത്തിയിട്ടും ഇന്ന് വരെ സാറ് നേരത്തെ പറഞ്ഞു ഒരു മുഴയ്ക്കകത്ത് തന്നെ 2 കോശങ്ങളുണ്ട്. ഒന്നിന് ക്യാൻസർ സെല്ലുകളാണെന്ന് പറയുന്നു, ഒന്ന് ക്യാൻസർ ഇല്ലാത്തതാണെന്ന് പറയുന്നു. ഇങ്ങനെ വരെ ഗവേഷണം നടന്നു. പക്ഷെ ആയുർവേദത്തില് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. വിദ്രതിയും അർബുദവും എന്ന് പറയുന്ന ഈ 2 സാധനവും ക്യാൻസർ അല്ല. ക്യാൻസറിന്റെ ഡെഫിനിഷൻ ആയുർവേദം എന്നല്ല ഞങ്ങൾ ചെയ്യുന്നത്, നാട്ടുവൈദ്യമാണ്. ആയുർവേദം എന്ന് പറയുന്നതല്ല ഞാൻ ചെയ്യുന്നത്, നാട്ടുവൈദ്യമാണ്. നാട്ടുവൈദ്യത്തിനും ആയുർവേദത്തിനും ഭയങ്കര വ്യത്യാസമാണ്. നാട്ടുവൈദ്യത്തിനെന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ ചുറ്റളവിലുള്ള സാധനങ്ങളെ അവന് തിന്നാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ആ കാലാവസ്ഥ, ആ ഋതുക്കള്, ആ ഭൂമി, ആ മണ്ണ്, അവന്റെ ശരീരവും ഈ കാലാവസ്ഥയുമായിട്ട് അവിടുത്തെ കൃഷിയുമായിട്ടും ആ വൃക്ഷങ്ങളും ലതകളും എല്ലാമായിട്ട് പൊരുത്തപ്പെട്ട് കിടക്കുമ്പോൾ ആ ടെമ്പറേച്ചറിലുള്ള ആഹാരമേ അവന് നമുക്ക് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തൊരു ആഹാരം നമ്മൾ കഴിച്ചാൽ, ഇപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ യു കെയിലുള്ള ആൾക്കാർക്ക്, USA ആൾക്കാർക്ക് അവിടെ തണുപ്പാണ് കൂടുതൽ. അവിടെ ആപ്പിൾ വിളയുമെങ്കിൽ ഇവിടെ പപ്പങ്ങ, കർമൂസ വിളയും. ഇവിടുത്തെ ആപ്പിളാണ് പപ്പങ്ങ. അതേപോലെ അവിടുത്തെ ആപ്പിള് ഇവിടെ കൊണ്ടു തിന്നിട്ട് പ്രയോജനമില്ല. അപ്പൊ ഓരോ കാലാവസ്ഥയിലും പ്രകൃതിയിലും എല്ലാം ധരിക്കുമ്പോൾ അതാത് സ്ഥലത്ത് ആ ടെമ്പറേച്ചറിൽ ബോഡി അവന്റെ നിലനിൽപ്പിനെ ബാധിപ്പിക്കുന്ന, അവന്റെ ബോഡിയെ തന്തുലാവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്. ആ പാടിനകത്ത് ഇതിന്റെ ഇടയ്ക്കൂടെ ഞാന് മരുന്ന് കൊടുത്ത് UK ഇരിക്കുന്ന ഒരാളെ എങ്ങനെ ചികിത്സിക്കാൻ പറ്റും? അവിടുത്തെ ശരിയോ തെറ്റോ?
ഇതെല്ലാം ഇപ്പൊ ജീവിത ശൈലിയെ താങ്കൾ ഭക്ഷണങ്ങളെ വെച്ച് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ രാജസ്ഥാനിൽ മാർബിൾ ടൈലുകളുണ്ട്. നമ്മൾ അത് കൊണ്ടുവന്ന് കേരളത്തിന്റെ വീടുകളിൽ ഇടാൻ പാടില്ല. എന്താ പറഞ്ഞാൽ ആ മരുഭൂമിയിൽ ആ കാലാവസ്ഥയ്ക്ക് മാർബിൾ തറ വെച്ചെങ്കിൽ ആ ചൂടിന് അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ കേരളത്തെ കൊണ്ടെന്ന് വെച്ച് നമ്മൾ ആ മാർബിൾ കല്ല് ഡെയിലി ചവിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾക്ക് ആർത്രൈറ്റിസ് താനേ വരും. അമിതമായ കുളിർച്ച നമ്മളുടെ ശരീരത്തിലേക്ക് എടുക്കും. അങ്ങനെ ഇന്ന് താങ്കൾ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനത്തെ എല്ലാ വസ്തുക്കളും അതാത് സ്ഥലങ്ങളിൽ ഉള്ള വസ്തുക്കൾ മാത്രമേ വീട് പണിയാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഭക്ഷണങ്ങളും എന്തായാലും അങ്ങനെ നമ്മൾ എല്ലാം ജീവിത രീതിയും അതാത് കാലങ്ങൾക്കും അതായ കാലാവസ്ഥയ്ക്കും അതാത് സ്ഥലങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു രോഗം ഉണ്ടാവില്ല. അപ്പോ ഇനി നമ്മൾ ഈ മെസ്സേജ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ ഭയം ഈ ആൾക്കാരുടെ അവർക്ക് മനസ്സിലാക്കണം. സാറ് പറഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ ധാരണ വരും. എന്ന് പറഞ്ഞാൽ ഈ രോഗത്തെ പറ്റി ഭയം വേണ്ട. വിദ്രതിയും അർബുദവും ക്യാൻസർ അല്ല. ക്യാൻസർ എന്ന് പറയുന്നതിന്റെ മലയാളം ഞാൻ എടുത്ത് ഡിക്ഷണറി നോക്കിയപ്പോ ഞണ്ടെന്നാണ് അർത്ഥം. ഞണ്ട് ഞണ്ടെന്നാണ്. അപ്പൊ ഒരു ഞണ്ടെന്ന് മാത്രമേ അതിനെ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതിനെ ഒരു പണ്ട് 6000 വർഷത്തിന് മുമ്പ് വരെ ഇവിടെ അർബുദവും വിദ്രതിയും ഉണ്ടായിരുന്നു. അതിനെ മുഴയ്ക്കകത്തും അനീമയിലും പെടുത്തി നിസാര മരുന്നുകളെ കൊണ്ട് ചികിത്സിച്ചിരുന്ന ചികിത്സാ സമ്പ്രദായത്തെ ഒരു വലിയ കച്ചവട ചരക്കാക്കി മാറ്റിയപ്പോഴല്ലേ ഈ പണിയുണ്ടായത്. നമുക്ക് തിരിച്ച് ചട്ടിയും കലവും ആ പഴയ സാറ് പറഞ്ഞതുപോലെ ചെറ്റക്കുടലുകളും ആ ഓലമരിഞ്ഞ മേലെയും വെട്ടുകല്ലുകൊണ്ടും ചുടുകട്ട കൊണ്ടും വീടുകളും ഉണ്ടാക്കി അതിനകത്ത് തറ മെഴുകിയാൽ തറ മെഴുകുന്നത് ചാണകം കൊണ്ട് ഭയങ്കര ആന്റിബയോട്ടിക്കാണ് ചാണകം. അതുകൊണ്ട് മെഴുകി ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? എന്നാലും സാർ ഇത്രയും പബ്ലിക്കിനും കൊടുക്കുക. എന്റേന്നല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ രോഗികൾക്കും ഒരു അഭ്യർത്ഥന ഇത്രേ ഉള്ളൂ. ഭയപ്പെടേണ്ട. ക്യാൻസർ ഇന്നുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഈ സത്യം ഒരു മെസ്സേജ് കൊടുത്തുകൂടെ? ഇതുവരെയും ശരിക്കും ക്യാൻസർ മാറ്റാനുള്ള മരുന്നില്ല. ക്യാൻസറിന്റെ സെല്ലുകൾ നശിപ്പിക്കാൻ മാത്രമേ മരുന്നെന്ന് വെച്ചാൽ വിഷാംശങ്ങൾ കൊണ്ടുവന്ന് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള ഒരു പ്രക്രിയ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു രോഗം മാറുന്നതായിട്ട് ഒന്നുമില്ല. ഇതുവരെയും മോഡേൺ സയൻസ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രോഗത്തെയും മോഡേൺ സയൻസ് മാറ്റിയിട്ടില്ല. അതിനെല്ലാം ആ സിംറ്റം അതിന്റെ പുറത്തു വരുന്ന സിംറ്റംസ് നിലവാട്ടുന്ന അടയാളം രോഗലക്ഷണങ്ങളെ ഒന്ന് ശമിപ്പിക്കാനുള്ള മരുന്നുകൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വളരെ വിരളമായിട്ടുണ്ട് ചില മരുന്നുകൾ. ഓരോ ആന്റിബയോട്ടിക്കില് ഇന്നിപ്പോ മനസ്സിലായി വരുന്നത്, ഇപ്പൊ ഞാൻ മൈക്രോബയോം എന്നുള്ള ഏരിയ കൂടി വരുന്നുണ്ട്. ഇപ്പോഴത്തെ ശാസ്ത്രം എന്താ പറയുന്നത് പറഞ്ഞാൽ ഒരുപാട് ആന്റിബയോട്ടിക് നല്ല മരുന്നാണ്. പക്ഷെ ഇന്ന് അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ഇത് വരുന്നുണ്ട്. ഈ അതൊരു തനി ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതും നമ്മളുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും താങ്കൾ പറഞ്ഞ ആ ലോക്കൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിക്കുന്നതും നമ്മളുടെ ശരീരത്തിനും വേറെ ഒരു ലെവലില് ഇന്ന് ഗവേഷണം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ പ്രത്യേകിച്ച് അറിയേണ്ടതാണ്. അത് നമ്മൾ നാളെ സൈറ്റിൽ എന്ത് പറഞ്ഞിരിക്കണം? സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന സാറ് ഇപ്പോഴത്തെ പുതിയ ഗവേഷണങ്ങൾ അപ്പൊ അതിനകത്ത് എന്റെയിലുണ്ട്. അതിനകത്ത് എന്റെ നമ്മുടെ MD നാഷണൽ ക്യാൻസർ സെന്റർ സാറിന്റെ കയ്യിലിരിക്കുന്ന അതിനകത്ത് നിന്ന് എനിക്ക് വേറൊരു ലിസ്റ്റ് എനിക്ക് അയച്ചതിനകത്ത് ഒരെണ്ണം ഉണ്ട്. അതിന് വേറൊരു സൈറ്റിൽ കിടപ്പുണ്ട് 2.7%. അതേപോലെ തന്നെ കിഡ്നിക്ക് കീമോ ചെയ്ത ഒരാളും ജീവിച്ചിരിപ്പില്ലാന്ന് അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ട്. ലിവറിന് അസുഖം പിടിച്ച ശേഷം കീമോ ചെയ്ത ആൾക്കാർക്ക് പിന്നെ രക്ഷയില്ലാന്ന്. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. അതിലിപ്പോ സാറ് നേരത്തെ പറഞ്ഞതുപോലെ അതിലേതെല്ലാം ക്യാൻസർ എന്നാൽ എന്ത്, ക്യാൻസർ ആർക്കൊക്കെ പിടിക്കുന്നത്, ലോകത്തിൽ എത്ര ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, ഓരോ രാജ്യത്തും എത്ര പെർസെന്റേജ് ഉണ്ട്, അതിലെ കീമോ ചെയ്തവരെത്ര ജീവിച്ചിരിക്കുന്നു, അതിലെ ഓരോരുത്തരുടെയും ഇവർ ഏത് അടിസ്ഥാനത്തിലാണ് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറയണത്. സകല ട്രീറ്റ്മെന്റ് സമ്പ്രദായങ്ങളും നിർത്തിയതിനു ശേഷം കഴിഞ്ഞതിന് ശേഷം ജീവരക്ഷയ്ക്ക് വേണ്ടി അവസാനം ജീവൻ പോകാൻ പോകുന്ന സമയത്ത് മാത്രമല്ലേ കീമോ ചെയ്തിട്ട് അങ്ങനൊരു അവസ്ഥയിൽ കീമോ ചെയ്താൽ ആള് രക്ഷപ്പെടത്തുമില്ല. അതാണ് ഇമ്പോർട്ടന്റ്. എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും നിർത്തിയതിനു ശേഷം ലാസ്റ്റില്
കീമോ ചെയ്യാൻ പറയാം, ഇവരെടുത്ത് വന്നിട്ട് കീമോ ചെയ്യാൻ പറയണം. അങ്ങനെ കീമോ ചെയ്യാൻ പറയുമ്പോൾ അവസാനത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ കോശങ്ങളും ഡാമേജ് ആയി. ക്യാൻസർ മൂത്ത് കഴിഞ്ഞതിന് ശേഷം കീമോ ചെയ്താൽ രക്ഷപ്പെടത്തില്ലെന്ന് അവർ തന്നെ പറയണം. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് സാർ? താങ്കൾ പറയുന്നതെല്ലാം കറക്റ്റ് തന്നെ. അപ്പോ ഇതേ തന്നെയാണ് ഇപ്പോ അമേരിക്കൻ ക്യാൻസർ സൈറ്റിലും അവര് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, ക്യാൻസറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ക്യാൻസർ വരാനുള്ള കാരണങ്ങളും പറയുന്നുണ്ട്, എത്ര ശതമാനം പേര് രക്ഷപ്പെടുന്നുണ്ട് എന്നൊക്കെ എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ വിവരങ്ങളെല്ലാം സൈറ്റില് ലോകത്തിൽ എല്ലാവർക്കും കാണുന്ന തരത്തിലാണ് ഉള്ളതെങ്കിലും നമ്മുടെ മനുഷ്യരുടെ, സാധാരണക്കാരുടെ മനുഷ്യരുടെ ആ അവസ്ഥയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൽ തന്നെ പറയുന്നുണ്ട്, പലർക്കും ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് 5 വർഷം ഉള്ള സർവേ ആണ് അവർ നോക്കുന്നത്. 5 വർഷം എത്ര പേര് ഈ ട്രീറ്റ്മെന്റിന് ശേഷം ജീവിക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാം അവർ പറയുന്നതിൽ അതിലെന്താ പറയുന്ന വെച്ചാൽ പലർക്കും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഭയത്തിനെ കുറിച്ച് പറയേണ്ട, ഈ 5 വർഷം ജീവിക്കുമോ, ഓരോ രോഗിയും പേടിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ 5 കൊല്ലം ഇവരെല്ലാരും പറയുന്നത് പോലെ എനിക്കും എന്റെ ആയുസ്സും ഈ 5 കൊല്ലെങ്കിലും നീട്ടി കിട്ടുമോ എന്നൊക്കെ ഓരോ രോഗിക്കും ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമ്മളെങ്ങനെ മുന്നോട്ട് പോകാൻ, ഇത് എന്റെ വ്യക്തിപരമായ ഒരു തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ രോഗികളെ ഈ കംപ്ലീറ്റ് ആയിട്ട് കീമോ റേഡിയേഷൻ ഒന്നും ഇല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിന്റെ ശക്തിനെ, ഊർജത്തെ, ഈ ശരീരത്തിന് തന്നെ എല്ലാ ഔഷധങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ഒന്നും കൂടെ ശക്തമാക്കി ആ ക്യാൻസറിന് കീമോ റേഡിയോ ഇല്ലാണ്ട് മാറ്റാൻ ഉള്ള വഴി നിങ്ങൾക്കറിയാം. എനിക്കും ആ വഴി ഞാനൊരു 20 കൊല്ലമായിട്ട് എനിക്കും അതറിയാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്റെ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, പല രോഗികളും വരുമ്പോൾ നമ്മൾ എത്ര തന്നെ ഇത് പറഞ്ഞാലും, ഈ പുള്ളിവിവരങ്ങളും ഈ സത്യാവസ്ഥകൾ പറഞ്ഞാലും സാധാരണക്കാരന്റെ മനുഷ്യനിൽ അപ്പോഴും ഭയമാണുള്ളത്. അപ്പോ എന്റെ അനുഭവത്തിൽ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ, ആദ്യമൊക്കെ വന്നിട്ട് ഞാൻ പറയും കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ട, ഇത് നിങ്ങൾ ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചൊന്ന് ആലോചിച്ചു നോക്ക്, ഇതെല്ലാം നമ്മളുടെ ശരീരത്തിന് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഭയങ്കര ഭയമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ പലരും ഇത് വേണ്ട എന്ന് പറഞ്ഞ് അവർ കീമോ റേഡിയേഷനിലേക്ക് തന്നെ പോയി. അതിൽ വളരെ കഷ്ടപ്പെട്ടു. അവർക്ക് സക്സസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എത്ര തന്നെ അവർക്ക് സക്സസ് ഇല്ലെങ്കിലും വേറെ രോഗികൾ, പുതിയ രോഗികൾ എന്റെ അടുത്ത് വരുമ്പോൾ അപ്പോഴും ഞാനിത് പറയാറുണ്ട്, ഇതെല്ലാം വേണ്ടാന്ന് വെച്ച് പോയവർക്ക് സക്സസ് ഇല്ല. പക്ഷെ ചിലര് നമ്മൾ പറയുന്നത് അവർ എന്തുകൊണ്ട് അനുസരിച്ചെന്ന് പറഞ്ഞാൽ, ഒന്നിലെ അവർ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഈ കീമോ റേഡിയോ ഒക്കെ ചെയ്ത് അതിന്റെ സൈഡ് എഫക്റ്റിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നീട് രണ്ടാമത് അവർക്ക് ക്യാൻസർ തിരിച്ചു വന്നപ്പോൾ പിന്നെ നമ്മളുടെ അടുത്ത് ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. ആ ലാസ്റ്റ് സ്റ്റേജിൽ വന്നാൽ പോലും കീമോ റേഡിയേഷൻ ഒന്നുമില്ലാണ്ട് നമ്മൾ പറയുന്ന ആ ട്രീറ്റ്മെന്റ് പറഞ്ഞ് അവർക്ക് ശരിയായിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ, പിന്നെ അതിനുശേഷം ഞാൻ തന്നെ എന്റെ രീതി മാറ്റി. ഞാൻ എന്താ പറയുന്ന പറഞ്ഞാൽ, മനസ്സിന് വളരെ ഒരു പ്രധാനമായ ഒരു ശക്തിയുണ്ട്. മനസ്സ് വിചാരിച്ചാൽ ആ ശരീരത്തിന്റെ ശക്തി, ക്യാൻസറിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുന്ന ശക്തി നമ്മളുടെ മനസ്സ് വിചാരിച്ചാൽ അതിനെ ഒന്ന് ഊർജപ്പെടുത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ പറയാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കീമോ എടുക്കണമെങ്കിൽ ചെയ്തോളൂ, റേഡിയേഷൻ എടുക്കണമെങ്കിൽ ചെയ്തോളൂ, പക്ഷെ ഈ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അതിന്റെ കൂടെ ഇതും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ആ സൈഡ് എഫക്റ്റ് നിന്ന് മാറിക്കിട്ടുന്ന മാത്രമല്ല, നിങ്ങൾക്ക് അതിനേക്കാളും വിജയം ഉണ്ടാകും. അപ്പൊ ഇപ്പൊ ഞാൻ എന്താ നിങ്ങളെ കണ്ടുമുട്ടതിന് ശേഷം ഞാൻ എന്താ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മള് 3 ഗ്രൂപ്പായി തിരിക്കണം. ഇത് ഇപ്പൊ ഇപ്പൊ ഞാൻ ഒരുപാട് സൈറ്റുകളിലെല്ലാം നിത്യം പോയി കാണുന്നതും പല ഓൺകോളജിസ്റ്റ് ഡോക്ടർമാരായിട്ട് സംസാരിച്ചുകൊണ്ടും എല്ലാം കൊണ്ട് എനിക്ക് കിട്ടുന്ന വിവരം എന്താന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഈ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്നുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ നമ്മളെല്ലാരും ആലോചിക്കുന്നത് ഇതിനെ ഒരു പഠനം നടത്തി
ഈ ലോകത്തിന് മുഴുവനും ഒരു പഠനം മൂലം നമ്മൾ ഇത് ആരാ നടത്തിച്ച ആരും പൂച്ചയ്ക്ക് മണി കെട്ടാൻ ആരും റെഡിയല്ല. നമ്മളിപ്പോ റെഡി ആകണം. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ 3 ഗ്രൂപ്പായി തിരിക്കണം. ഒരു ഗ്രൂപ്പ് അവർ കീമോ ചെയ്തോട്ടെ, അവര് റേഡിയേഷൻ ചെയ്തോട്ടെ, പക്ഷെ അവരുടെ വിവരങ്ങൾ നമ്മളുടെ ഡേറ്റാബേസിൽ ശേഖരിച്ചു വെക്കണം. അടുത്ത ഗ്രൂപ്പ് പൂർണ്ണമായി മോഹൻ വൈദ്യർ പറയണതും നമ്മള് യൂണിഫൈ ശക്തി ഫൗണ്ടേഷനിൽ പറയുന്ന 2 ട്രീറ്റ്മെന്റും ഒരേ ഇതാണ്, രണ്ടിനും ഒന്നും വ്യത്യാസമൊന്നുമില്ല, 2 സത്യമാണ് പറയുന്നത്. അപ്പൊ ആ 2ഉം മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് രോഗികൾ അത് മാത്രം ചെയ്യുന്നു. മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ട്. മൂന്നാമതൊരു ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ ഗ്രൂപ്പായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അവർക്ക് ഈ 2ഉം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. വെച്ചാൽ അവർ കീമോ റേഡിയോയും ചെയ്യും, അതിനോടൊപ്പം നമ്മളുടെയും ചെയ്യും. ഈ 3 ഗ്രൂപ്പും നമുക്ക് വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഗ്രൂപ്പ് മാത്രം ചെയ്യുകയാണെങ്കിൽ പല രോഗികൾക്കും ഭയങ്കര ഭയമായിരിക്കും. നമ്മൾ എന്തോരം തന്നെ ക്ലാസ് എടുത്ത് പറഞ്ഞാലും അതിൽ ചുരുക്കം 1000-ൽ 1-ഓ 2-ഓ പേരോ അല്ലെങ്കിൽ 100-ൽ 2-ഓ 3-ഓ പേരായിരിക്കും അതിനോട് യോജിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ 3 ഗ്രൂപ്പ് ചെയ്യുന്നത്. ഈ 3 ഗ്രൂപ്പ് വെച്ച് 1 കൊല്ലത്തോളം നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിനായിട്ട് US-ന്ന് പ്രത്യേകം നിരീക്ഷകരെ കൊണ്ടുവന്ന് ഈ 3 ഗ്രൂപ്പുകള് അവരെ കൊണ്ട് നിരീക്ഷിച്ച് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി നമ്മളിത് പ്രസിദ്ധീകരിച്ചാൽ സത്യം മനസ്സിലാകും. നമ്മൾക്കറിയാം ഈ 2ാമത്തെ ഗ്രൂപ്പ് പൂർണ്ണമായി റേഡിയോ കീമോ ഇല്ലാണ്ട് ഈ 2 ഗ്രൂപ്പിനേക്കാളും അവർക്ക് നല്ല സക്സസ് ഉണ്ടായെന്ന് കാണിക്കണമെങ്കിൽ പിന്നെ ആർക്കും നമ്മളൊന്നും പറയാനും പറ്റില്ല. അതിലൂടെ അതിനകത്ത് എന്റെ കയ്യിൽ ഇതിന്റെ അത്ര ആൾക്കാർ ഞാൻ അവരുടെ അഡ്രസ് എടുത്ത എന്റെ കുറെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് കീമോയും റേഡിയേഷനും ചെയ്ത ആൾക്കാർ അതിനകത്ത് എന്റെ അടുത്ത് വന്നിട്ടുള്ള കീമോ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇത്രയും നാളത്തിന്റെ അകത്ത് 2 പേരുണ്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. 2 പേര്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇന്നലെ വന്നതിന്റെ അടുത്തൊരു 4 പേരുണ്ട്. ഇന്നലെ വന്ന 4 പേരിന്റെ അകത്ത് ഒരു പുള്ളിക്കാരനെ വന്നത് എടുത്തോണ്ടാ വന്നേ. അയാളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോ ആ പുള്ളിക്കാരൻ എഴുന്നേറ്റിരുന്ന് കഞ്ഞി കുടിച്ച് ഇന്നലെ തിരിച്ച് അയാള് ആംബുലൻസ് വന്ന ആള് തിരിച്ച് കാറിനകത്താ പോയി. അപ്പൊ അവിടുന്ന് നമ്മൾ നല്ലോണം മനസ്സിലാക്കുന്ന ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു ഭാഷ മനസ്സിനെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നമ്മുടെ ഒരു ലാബിൽ ഒരാൾ ടെസ്റ്റ് ചെയ്യാൻ കയറുമ്പോ അയാളുടെ ശരീരത്തിന്റെ ആ സമയത്തെ ഭാവന, അയാളുടെ മാനസിക അവസ്ഥയും ഈ എല്ലാ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ? തീർച്ചയായിട്ടും മനസ്സ് വളരെ വളരെ പ്രധാനമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു മുഴുമിച്ചില്ല. ഇവിടെ ഒരു അമേരിക്കൻ സ്ത്രീക്ക് ക്യാൻസർ വന്നപ്പോൾ അവര് ബ്രസ്റ്റിലൊരു മുഴ കണ്ടപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന ആകെ സ്പ്രെഡായി കഴിഞ്ഞു, അപ്പൊ ഇനി നിങ്ങൾക്ക് അധികകാലം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്താ ആലോചിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ സന്തോഷമായി ജീവിച്ചിട്ടില്ല, എപ്പോഴും ചിരിച്ചിട്ടില്ല, എപ്പോഴും സ്ട്രെസ് ആണല്ല. അപ്പൊ ഭർത്താവിനോട് പറഞ്ഞു 1 മാസം ഞാൻ ഒരു ഹോട്ടലിന്റെ മുറി എടുത്തിട്ട് ഞാൻ ചാർലി ചാപ്ലിൻ പോലുള്ള പടങ്ങളെല്ലാം എടുത്ത് 1 മാസം മുഴുവനും ഞാൻ ചിരിച്ച് സന്തോഷമായി സ്ട്രെസ് ഇല്ലാണ്ടിരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സ്ത്രീ ശരിക്കും ഹോട്ടലിൽ റൂം എടുത്ത് മുഴുവനും ഹാസ്യ ചിത്രങ്ങൾ മാത്രം കണ്ട് ചിരിച്ച് കംപ്ലീറ്റ് റിലാക്സ് ആയി. 1 മാസം കഴിഞ്ഞിട്ട് 2ാമത് അതേ ഡോക്ടറിന്റെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ശരീരത്തിൽ അവരുടെ ക്യാൻസർ ഇല്ലാണ്ടായി കണ്ടു. അവര് ഇന്ന് പല ബുക്കുകളും എഴുതിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അവർ ടോക്കുകൾ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ശരീരത്തിൽ നമ്മളെ മനസ്സാണ് പ്രധാന കാരണം. അപ്പോ നമ്മളുടെ മനസ്സ് റിലാക്സ്ഡ് ആയിട്ട് സന്തോഷമായി വെക്കുകയാണെങ്കിൽ, സ്ട്രെസ് ഇല്ലാണ്ട് വെക്കുകയാണെങ്കിൽ വന്ന അസുഖം പോലും മാറ്റാൻ പറ്റുന്ന പറയുന്നത്. അതിന്റെ കൂടെ ഞാൻ ഇതുകൂടെ ചേർത്തോട്ടെ, മനസ്സ് സന്തോഷമാകുകയും കോശങ്ങൾക്ക് വേണ്ടുന്ന 2ാമത്തെ പ്രൊഡക്റ്റിന് വേണ്ടുന്ന നിന്റെ അന്നം അതൊരു പ്രസാദമായിട്ട് നീ ആ കോശങ്ങൾക്ക് കൊടുത്താൽ ഈ മനസ്സും ആഹാരവും ഉണ്ടെങ്കിൽ മാറാത്ത ഏതെങ്കിലും രോഗമുള്ളതായിട്ട് സാറിന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും എന്റെ അനുഭവങ്ങൾ 25 കൊല്ലമായിട്ട് പല ആൾക്കാർക്കും പഞ്ചഭൂത ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഈ 5 വിരലിലുള്ള പോലെ
ശരീരം മാത്രമല്ല, മനസ്സ്, അറിവ്, നമ്മളുടെ അവബോധം, പിന്നെ സ്വയബോധം എന്ന് പറയുന്നത്, ആ 5 ഘടകങ്ങളും ചേർന്നതാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെറും ശരീരത്തിനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇന്ന് മോഡേൺ സയൻസ് ആദ്യം ശരീരത്തെ മാത്രം അംഗീകരിച്ചിട്ട് മനസ്സിനെ അംഗീകരിച്ചിട്ടതിന്റെ ഇപ്പൊ ഒരുപാട് റിസർച്ച് വരുന്നത് എന്താ തെളിയിക്കുക വെച്ചാൽ മനസ്സിനെയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇനിയൊരു എഫക്ട് ഉണ്ട്, സാധാരണ ജനങ്ങൾക്കല്ല, പ്ലാസിബോ എഫക്ട് എന്നൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ വളരെ നല്ലൊരു പഠനമുണ്ടായി. 100 ഇപ്പൊ ഗർഭകാലത്തിൽ സ്ത്രീകൾക്ക് ഛർദി ഉണ്ടാവും. അപ്പോ അതിന് മോർണിംഗ് സിക്നസ് എന്ന് പറയും. അപ്പൊ ഛർദി വരുന്നതിന് 100 ഛർദി വരുന്ന സ്ത്രീകൾ, ഗർഭസ്ത്രീകളെ എടുത്തിട്ട് ഇവര് അതിനെ 50-50 ആയിട്ട് 2 ഗ്രൂപ്പായിട്ട് പിരിച്ചു. 2 പേരോടും ഒരേ രൂപത്തിലുള്ള ആകൃതിയും ഇതുള്ള മരുന്നില് ക്യാപ്സൂൾ കൊടുത്തു ഈ 100 പേർക്കും. പക്ഷെ 50 പേർക്ക് ശർക്കര നിറച്ചതായിരുന്നു, ബാക്കി 50 പേർക്ക് ഛർദി നിർത്താനുള്ള ആന്റി എമിറ്റിക് മരുന്നാണ് കൊടുത്തിരുന്നത്. ഈ മരുന്ന് കഴിച്ചിട്ട് നോക്കിയപ്പോൾ ഈ വെറും ശർക്കര മാത്രം നിറച്ചിരുന്ന, പഞ്ചസാര മാത്രം നിറച്ചിരുന്ന ആ ഗുളിക കഴിച്ച പോലെ സ്ത്രീകൾക്കും ഛർദി നിന്നു. അപ്പൊ അവരുടെ മാനസിക അവസ്ഥയുടെ പ്രാധാന്യം അത് ഇത് വലിയ സംഭവമല്ല. ഞാൻ പറയും ഇത് വലിയ സംഭവമല്ല. ഇത് അടുത്ത റിസർച്ചാണ് ഏറ്റവും രസകരം. എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് മനസ്സിന് ഒരു ശർക്കര കൊടുത്തിട്ട് ഇത് മരുന്നാണെന്ന് ധരിപ്പിച്ചു കഴിഞ്ഞാൽ, മനസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അതേ മരുന്നിന്റെ എഫക്ട് ഉണ്ടാകും എന്നുള്ളത് തെളിയിച്ചു. പക്ഷെ ഇത് വലിയ സംഭവമല്ല. അടുത്ത റിസൾട്ടാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം. അടുത്തത് ഇവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഛർദിക്കുന്ന ഇനിയൊരു 100 സ്ത്രീകളെ എടുത്തു. എന്നിട്ട് അതില് ആ 100 പേർക്ക് എന്ത് ഗുളിക കൊടുത്തിട്ട്, ഇപ്പൊ നമ്മൾ സാധാരണ ദഹന കേടുണ്ടെങ്കിൽ ഒന്ന് ഛർദിപ്പിക്കാൻ വേണ്ടി ഛർദി വരുത്തിപ്പിക്കുന്ന ഗുളികയുണ്ട്, എമിറ്റിക് എന്ന് പറയും. അപ്പൊ എമിറ്റിക് ഗുളിക കൊടുത്തു. എന്നിട്ട് ഇവരോടൊക്കെ പറഞ്ഞ് ഇത് ഛർദി നിർത്താനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും അത് ഛർദി ഉണ്ടാക്കുന്ന സാധനമാണത്. പക്ഷെ ഇവർക്ക് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഇത് ഛർദി നിർത്തണ ഏറ്റവും ലേറ്റസ്റ്റ് മരുന്നാണെന്ന് പറഞ്ഞു. അത്ഭുതം എന്താണെന്ന് പറഞ്ഞാ ഇവർക്ക് ഏതാണ്ട് 70% ആൾക്കാർക്ക് ഛർദി നിന്നു. ഇതൊരു ഭയങ്കരമായ ഒരു പഠനമായിരുന്നു. അപ്പോ മനുഷ്യന്റെ മനസ്സ് അപ്പോ ഒരു വിഷം പോലെ, ഇതിന്റെ വെച്ചാൽ വിഷം പോലും നമ്മൾ അമൃതമായി മാറ്റാനുള്ള കഴിവ് മനസ്സിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ ആയുർവേദമല്ല, പൂർവ്വ ഇതിലുള്ള ആയുർവേദം ആദ്യം തന്നെ ചികിത്സിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെയാണ്. മരുന്ന് എന്നുള്ളത് ചെറിയൊരു ഘടകമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, മറിച്ചായി പോയി. അല്ല, അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിനെ പിടിച്ചെടുക്കുന്നുണ്ടായിരിക്കാം ഈ ആൾക്കാരൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്ക് ഉത്തരവാണെന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് ശരിയാണ്. ഇന്ന് എന്റെ ഫ്രണ്ട്സ് പലരും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് അവർക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മരുന്നുകളെല്ലാം അവര് 2 ഗ്രൂപ്പുകൾക്ക് കൊടുക്കണം. ഒന്ന് മനസ്സുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം, മനസ്സ് ഇതിന് വലിയൊരു അംശമാണോ എന്ന് അറിയാൻ വേണ്ടി എല്ലാ മരുന്നുകളും ഇങ്ങനെ ശർക്കര നിറച്ചിട്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ് ഇന്നത്തെ ടെസ്റ്റിങ്ങിലുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ശർക്കര കഴിച്ച ഗ്രൂപ്പുകൾക്ക് ആർക്കും തന്നെ മാറില്ല. അവർക്കും വലിയ ഒരു പെർസെന്റേജ് മാറുന്നുണ്ട്. പിന്നെ ശരിയായ മരുന്ന് കൊടുത്തവർക്കും മാറുന്നുണ്ട്. പക്ഷെ അതിന്റെ ചെറിയൊരു വ്യത്യാസത്തില് ഇപ്പൊ 100 പേരിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ 40 പേർക്കും ശർക്കരയോ അല്ല ശർക്കര ഒക്കെ നിറച്ച ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ 100-ൽ 40 പേർക്ക് മാറുന്നുണ്ടെങ്കിൽ മറ്റേ മരുന്ന് കൊടുക്കുന്ന ഗ്രൂപ്പുകൾക്ക് മേരി 50, 55, 60% മാറുന്നുള്ളൂ. ആ ഒരു ചെറിയ വ്യത്യാസത്തില് പിന്നെ അതിനെ അംഗീകരിക്കും. അപ്പൊ ഞാൻ ചെയ്യുന്നതാണ്, ഇപ്പൊ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. എല്ലാ രോഗികൾക്കും എന്തു വന്നാലും ഒറ്റ സാധനം കൊടുക്കുക, അത് എല്ലാവർക്കും അറിയാം ഇവിടെ വരുമ്പോ. അപ്പൊ രണ്ടാമത് മനസ്സിനെയാണ് ഏറ്റവും വലിയ രോഗം. അത് ഞാൻ അവരെ കോശത്തെ പഠിപ്പിച്ചു കൊടുക്കും. ഒരു താങ്കൾ ചെയ്യുന്നത് ശരിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ അമ്പലങ്ങളുടെ എല്ലാ ദൈവങ്ങളും ഈ മുദ്ര കാണിക്കുന്നത്. അഭയം എന്ന് പറയും, ഈ അഭയഹസ്തം എന്ന് പറയും. അഭയം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നീ പേടി മാറ്റാം. അതാണ് എല്ലാ അമ്പലങ്ങളും
അത് പള്ളിയിൽ പിന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുമ്പോൾ പറയും, നിന്നോടാർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവന്റെ കൈ കോർത്തിട്ട് വരാൻ പറയുന്നൊരു ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ നിനക്കെന്നല്ല, നിന്നോടാർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവന്റെ കൈ കോർത്തിട്ട് വരാൻ പറഞ്ഞതായ ക്ലിയറായ ഒരു ഭാഷയുണ്ട്. അതുകൊണ്ടാണ് അതേപോലെ നമ്മളുടെ അമ്പലങ്ങൾ ശത്രു പുഷ്പാഞ്ജലി കഴിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ശത്രുത ഒരാളോടുണ്ടെങ്കിൽ ആ ശത്രു പുഷ്പാഞ്ജലി ചോദിക്കുമ്പോൾ അവരാരും അയാളുടെ നക്ഷത്രം ചോദിക്കില്ല, ശത്രുവിന്റെ നക്ഷത്രമല്ല ചോദിക്കുന്നത്, നമ്മളുടെ നക്ഷത്രം ചോദിക്കുന്നത്. അപ്പോ ഈ ശത്രു പുഷ്പാഞ്ജലി ആർക്കണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ശത്രുത മാറിക്കിട്ടാനാണ് ശത്രു പുഷ്പാഞ്ജലി. ആരും തലക്കാത്തത് കയറൂല. അത് ഈ ഒരു പഠനം കൂടെ ഞാൻ പഠിക്കുന്നുണ്ട് സാർ. അടുത്തത് ഇത് ഒരു